നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൊടകരയിൽ അവലോകന യോഗം നടത്തി. ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് സഹകരണ വിപണന സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. തിരുവോണത്തിന് ഇനി ഏതാനും നാളുകൾ മാത്രം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം കൊടകര കുമ്പാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. ദേശീയപാത അമ്പലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൊടകരയിൽ അവലോകന യോഗം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ TG, ശുചിത്വ മിഷൻ RP സെറിൻ സണ്ണി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, പ്രനീല ഗിരീശൻ, സജിനി സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാൻസി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേഷ് കുമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ആഗസ്റ്റ് 30, 31 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നത്. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് സഹകരണ വിപണന സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പരിസരത്ത് ആരംഭിച്ച സ്റ്റോറിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ VD ബിജു, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KG രജീഷ്, സജീഷ് തറയിൽ, MK ജോർജ്, TS സുബ്രഹ്മണ്യൻ, റോസിലി പാപ്പച്ചൻ, ഗിരീശൻ കണ്ണത്ത് എന്നിവർ സംസാരിച്ചു. തിരുവോണത്തിന് ഇനി ഏതാനും നാളുകൾ മാത്രം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരയപ്പൻ്റെ നിർമ്മാണം കൊടകര കുമ്പാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം കൊള്ളുന്നതിനായി വീടുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പനെയാണ് ഇവർ കളിമണ്ണിൽ ഒരുക്കിയെടുക്കുന്നത്. കർക്കിടകം പിറക്കുന്നത് തൊട്ട് തന്നെ കൊടകരയിലെ കുമ്പാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം തുടങ്ങും. ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം. 5 ഇഞ്ച് മുതൽ 3 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ ഇവർ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കൊടകര കുമ്പാരത്തെരുവിലെ ബാബു പേരാമംഗലം പറയുന്നു. ഡിമാൻഡ് ഇപ്പോൾ ചെറുതിന് ചെറിയ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ്, പക്ഷെ അതിന് വിലയില്ല. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. വലിപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ഉണ്ടെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ. വലുപ്പത്തിനനുസരിച്ച് 50 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. ഓണക്കാലത്തെ IRDP മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത്. ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായം കൊടുത്ത് അലങ്കരിക്കും. പണ്ടൊക്കെ ഓട്, ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുകൊണ്ടുള്ള ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. പുതിയ വൈവിധ്യമുള്ള ഡിസൈനുകൾ വരച്ചും നിറം കൊടുത്തും ആകർഷകമാക്കിയ തൃക്കാക്കരയപ്പന്മാർ ഓണത്തെ വരവേൽക്കാൻ കൊടകരയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിർമ്മാണ ചെലവ് ഗണ്യമായി വർദ്ധിച്ചിട്ടും ഇതിനനുസൃതമായ തോതിൽ വില ലഭിക്കുന്നില്ലെന്നാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടത്തുന്നവരുടെ പരാതി.
പിന്നെ ഇതിനായിട്ട് പണിക്കൂലിക്ക് നിർത്തി ചെയ്യുകയാണെങ്കിൽ നഷ്ടമാണ്, ഒന്നും കിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടുകാരൊക്കെ എല്ലാവരും ചേർന്നിട്ട് എല്ലാ കൊല്ലം ചെയ്യണ പോലെ അങ്ങനെ മുന്നോട്ട് പോകണുള്ളൂ. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. മേലൂർ കുന്നപ്പള്ളി സ്വദേശി പനങ്ങാടൻ വീട്ടിൽ 24 വയസ്സുള്ള അഭിനവിനെയാണ് കൊരട്ടി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 1 കിലോ 155 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. സ്റ്റേഷൻ റൗഡിയായ അഭിനവ് 2024 അങ്കമാലി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു OG, റെജിമോൻ, ഡാൻസ് ആപ്പ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASI-മാരായ സിൽജോ VU, റെജി AU, ബിനു MJ, സീനിയർ CPOമാരായ ഷിജോ തോമസ്, ശ്രീജിത്ത് EA, കൊരട്ടി സ്റ്റേഷനിലെ സീനിയർ CPOമാരായ നിഖിലൻ, ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് NV എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറിയിടിച്ചു മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയൻ്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ആമ്പല്ലൂരിൽ അപകടത്തിൽ മറിഞ്ഞ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ തട്ടുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് അതേ ദിശയിൽ വന്ന ലോറിയുടെ അടിയിലേക്ക് മറിയുകയായിരുന്നു. ലോറിയുടെ പിൻചക്രം ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലൂടെ കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂരിലെ INTUC ചുമട്ട് തൊഴിലാളിയാണ് സുധീഷ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമാകുന്നു. ശ്രാവണ പൗർണമി എന്ന ഓണാഘോഷത്തിൻ്റെ 2ാം ദിനമായ 27-ന് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. രൂപം സദസ്സ് കൺവീനർ മിസ് അന്ന ജാക്കുലിൻ്റെ നേതൃത്വത്തിൽ BA ഗ്രാഫിക്സ് വിദ്യാർത്ഥികളായ S മിഥുന, അരുൺ C ഷാജി, മാധവ് ER, ശ്രീലക്ഷ്മി ശശീന്ദ്രൻ, BSc ജിയോളജി വിദ്യാർത്ഥിയായ ശ്രേയ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് മഹാബലിയുടെ ശില്പം നിർമ്മിച്ചത്. നിരവധി ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും മറ്റും ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും ഫുഡ് ഫെസ്റ്റും സഹൃദയയിൽ സംഘടിപ്പിച്ചു. തുടർന്ന് വഞ്ചിപ്പാട്ട്, ഓണക്കവിത, ക്ലേ മോഡലിംഗ്, പെയിൻറ്റിംഗ് കോമ്പറ്റീഷനുകളും സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളാഞ്ചിറ ഫാത്തിമ മാത LP സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സുവർണം 2025-ന്റെ ലോഗോ പ്രകാശനവും അധ്യാപക ദിനാഘോഷവും നടത്തി. ദേശീയ അധ്യാപക ദിനത്തിന് മുന്നോടിയായി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകർ, വെള്ളാഞ്ചിറ പ്രദേശത്തുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിച്ച അധ്യാപകർ എന്നിവർക്കുള്ള ആദരവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ആൻറ്റോ പാണറാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മഞ്ഞൂരാൻ, വാർഡ് അംഗം ദിബിൻ പാപ്പച്ചൻ, മാനേജ്മെൻറ്റ് പ്രതിനിധി റാഫേൽ വേരൻ പിലാവിൽ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് CJ തോമസ്, ജോയിൻറ്റ് കൺവീനർമാരായ CO ജോബി, പ്രിജോ ആൻ്റണി, MPTA പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ നിധിൻ ടോണി സ്വാഗതവും PTA പ്രസിഡന്റ് മനോജ് MM നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9390 രൂപ, പവന് 75,120 രൂപ. ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം
കൊട്ടാരക്കരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൊടകരയിൽ അവലോകന യോഗം നടത്തി. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് സഹകരണ വിപണന സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. തിരുവോണത്തിന് ഇനി ഏതാനും നാളുകൾ മാത്രം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം കൊടകര കുമ്പാരത്തെരുവിലെ വീടുകളിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. ദേശീയപാത അമ്പലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.